ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നൊരു നാടൻ കേരള സ്റ്റൈൽ പച്ചമാങ്ങ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. പച്ചമാങ്ങയുടെ സീസൺ ആകുമ്പോൾ നമ്മുടെ എല്ലാ വീടുകളിൽ തയ്യാറാക്കുന്ന ഒരു ഒഴിച്ചു കറിയാണിത്. ഇത് മാത്രം മതി ചോറുണ്ണാൻ. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പച്ചമാങ്ങ കറി. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എടുക്കുക. ഞാൻ വെളിച്ചെണ്ണ എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തീർന്നിട്ടുണ്ട്. അതിലേക്ക് 25 കൂട്ടം കൊച്ചുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഓരോ കൊച്ചുള്ളിയും 2 ആയിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചുള്ളി എടുക്കാൻ പറ്റാത്തവർക്ക് ഒരു സവാള ചേർക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 5 പച്ചമുളകാണ്. ഇത് അധികം എരിവുള്ള മുളകല്ല, അതുകൊണ്ട് ഞാൻ എരിവുള്ള ഒരെണ്ണം കൂടെ ചേർത്തിട്ടുണ്ട്. 5 പച്ചമുളക് 2 ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇത് ഞാൻ വീട്ടിൽ ചട്ടിയിൽ വളർത്തിയ കറിവേപ്പാട്ടോ. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതലങ്ങ് വഴറ്റണ്ട കേട്ടോ. കുറച്ചൊന്ന് ലൈറ്റായിട്ടൊന്ന് ബ്രൗൺ ആയാൽ കുറച്ചൊന്ന് വഴറ്റിയിട്ടുണ്ട്. ഒന്ന് ലൈറ്റായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, കൂടുതൽ വഴറ്റണ്ട. ഇനി നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇതിനടുത്തേക്ക്. നമ്മുടെ വീട്ടിൽ ഏത് മുളക് പൊടി ഉണ്ടോ അത് ചേർത്താൽ മതി. എരിവൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കുക. ഇത് സാധാരണ ഒരുപാട് എരിവ് ചേർക്കത്തില്ല, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി വേണ്ടവരാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർക്കുന്നില്ല. ഇനി നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് മാങ്ങ ചെറുതായി കട്ട് ചെയ്തതാണ്. ഞാനിതുണ്ട്, ഇതേ വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പീസുകളൊക്കെ അവരോട് ഇഷ്ടം അനുസരിച്ചുള്ള പീസുകൾ കട്ട് ചെയ്ത് ചേർക്കാം. ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങ കണ്ടാൽ തന്നെ നമ്മുടെ വായിൽ വെള്ളം വരും. അതാണ് മാങ്ങ, പുളിയുള്ളതല്ലേ. ഇനി നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം, അരച്ചൊക്കെ ചേർത്തതിന് ശേഷം. മാങ്ങ പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടും കേട്ടോ. ഒരു പെട്ടെന്ന് ചൂടാകുമ്പോഴേ വേവുന്ന സാധനമാണ് മാങ്ങ. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മാങ്ങ ഈ വെള്ളത്തിലൊന്ന് വേവട്ടെ. ഒന്ന് ഇളക്കി റെഡിയാക്കിയിട്ട് നമുക്കൊന്ന് കമത്തി മൂടി കൊടുക്കാം. ഈ വെള്ളത്തിന് ഈ മസാലയിൽ ഈ മാങ്ങ വേവണം. ഇനി നമുക്കൊന്ന് കമത്തി മൂടി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് 5 മിനിറ്റ് വേവിക്കുക. മാങ്ങ വേകുമ്പോഴേക്കും 1 കപ്പ് തേങ്ങയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ചെറിയ ജാറിലാകുമ്പോൾ ഉണ്ടല്ലോ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അരച്ചു കൊണ്ടുവരാം. നല്ലപോലെ പേസ്റ്റാക്കി കൊണ്ടുവരണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അവാ, മാങ്ങയൊക്കെ വന്നിട്ടുണ്ട് നല്ലപോലെ. ഒന്ന് ഇളക്കി നോക്കട്ടെ. മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരച്ചു കൊണ്ടുവന്ന ഇത് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കോക്കനട്ട് തേങ്ങ. അതുകൊണ്ട് ഇതുപോലെ പേസ്റ്റ് ആവണം. കണ്ടോ? ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ ജാറൊന്ന് കലക്കി ഒഴിക്കണം. ഇച്ചിരി വെള്ളം എടുത്ത്. ഒരു കപ്പ് വെള്ളത്തിലാണ് നമ്മളിപ്പോൾ ഈ ജാറ് കലക്കി ഒഴിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇളക്കട്ടെ. ഇനി നമുക്കൊരു 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക.
മാങ്ങ നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് വേണം, നമ്മൾ പുളി അനുസരിച്ച് വേണം വെള്ളം ചേർക്കാൻ. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടുള്ളായിരുന്നു, കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കും. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ ചേർക്കുകയാണ്. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും. ഇനി ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം. മാങ്ങാക്കറിയുടെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് തിളച്ചപ്പം. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. നമ്മുടെ മാങ്ങാക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മാങ്ങാക്കറിയാണ്. നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്നാലൊക്കെ പെട്ടെന്നൊരു മാങ്ങ ഉണ്ടെങ്കിൽ തയ്യാറാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.